തന്റെ ഭർത്താവ് തന്നിലേക്ക് നോക്കിയാൽ അവനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഭാര്യ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു വെക്കാണ്, ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി വൃത്തിയാകണം, ഭംഗിയാകണം. അള്ളാഹു തആല ജമീലാണ്, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനുമാണ്. ഭർത്താവ് ഒരുങ്ങണം ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യ ഒരുങ്ങണം ഭർത്താവിന് വേണ്ടി. ഭർത്താവ് ഒരുങ്ങണം എന്ന് പറയുമ്പോൾ നല്ല നിലയിൽ താടിയൊക്കെ നരച്ചിട്ടുണ്ട്, എന്നാ പിന്നെ അവർക്ക് പോയി കറുപ്പിച്ചേക്കാം, നല്ലൊരു ചെറുപ്പക്കാരനാവാം. അപ്പൊ നല്ല സുന്ദരനായല്ലോ, അല്ലെങ്കിൽ മീശൊക്കെ നരച്ചു പോയിട്ടുണ്ട്, അതൊക്കെ കറുപ്പിച്ച് എങ്ങനെയാണോ പെണ്ണ് കെട്ടാൻ പോയത് ആ അവസ്ഥയിൽ ഇങ്ങനെ മണിയറയിലേക്ക് ചെല്ലാം എന്നല്ല. ഉളുവിന്റെ വെള്ളം ചെയ്യൂല, മയ്യത്ത് കുളിപ്പിച്ചാൽ ശരിയാവൂല, ഒരുപാട് നൂലാമാലകൾ വേറെ ജനാപത്തുകൾ ശരിയാവൂല, പള്ളിയുടെ ഉള്ളിലേക്ക് കാലെടുത്ത് വെക്കല ഹറാമാണ്. അങ്ങനത്തെ 100,000 പ്രശ്നങ്ങൾ അതിന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് ഹറാമായ രീതിയിൽ നിങ്ങൾ സുന്ദരനാകണ്ട. ഒരു പുരുഷൻ എങ്ങനെ സുന്ദരനാകണമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ശരീരത്തിൽ നീക്കേണ്ടുന്ന രോഗങ്ങളെ നീക്കം ചെയ്യണം, ഗുഹ്യ രോഗങ്ങളെ അവൻ നീക്കണം. എന്നിട്ട് അവനവന്റെ വസ്ത്രം നല്ല കഴുകിയ വസ്ത്രമാണ്, വിയർത്ത് നാറിയ പകലന്തിയോളം പണിയെടുത്ത് മുഷിഞ്ഞ വസ്ത്രവുമായിട്ടൊരുവൻ ബെഡ്റൂമിലേക്ക് കടക്കാൻ പാടില്ല. അവനവന്റെ വസ്ത്രം കഴുകണം. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം കഴുകി ശുചീകരിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം, മിസ്വാക്ക് ചെയ്യണം. എങ്ങനെയാ ഭാര്യയ്ക്ക് വേണ്ടി വൃത്തിയാകേണ്ടത്? സ്വന്തം നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, അതോടൊപ്പം മിസ്വാക്ക് ചെയ്യുക. ഒരുവൻ അവന്റെ ഗുഹ്യ രോഗങ്ങളെ 40 ദിവസത്തിന്റെ ഉള്ളിൽ നീക്കം ചെയ്യുക. 40 ദിവസത്തെ വിട്ട് കടന്നു പോകാൻ പാടില്ല. ഈ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ കോമണുമാണ്. സ്ത്രീജനങ്ങളും ഇതേ രീതിയിൽ അവർ തങ്ങളുടെ ഭർത്താവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വസ്ത്രം നല്ല ശുദ്ധിയുള്ള വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. അടുക്കളയിലെ കരിപിടിച്ച വസ്ത്രമല്ല. ഭർത്താവിലേക്ക് നോക്കിയാൽ, ഭർത്താവ് തന്നിലേക്ക് നോക്കിയാൽ അവനെ സന്തോഷിപ്പിക്കുന്ന നല്ല വസ്ത്രം ധരിക്കണം, നല്ല സുഗന്ധം ഉപയോഗിക്കണം. ഭാര്യയെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിലയിൽ ഭർത്താക്കന്മാര് സുഗന്ധം ഉപയോഗിക്കണം, ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന നിലയിൽ സുഗന്ധം ഉപയോഗിക്കണം. അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉപയോഗിക്കൽ, ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ അത്തർ ഉപയോഗിക്കൽ തനിച്ച ഹറാമാണെന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ പെണ്ണിന് അത്തർ ധരിക്കൽ ഹറാമാണ്. കാരണം അവരുടെ ശരീരത്തിന്റെ ഗന്ധവും അവരുടെ ശരീരത്തിന്റെ സ്വമേധയാവുള്ള ഗന്ധവും അവൾ പുരട്ടിയ അത്തറിന്റെ ഗന്ധവും കൂടി ഒരു പുരുഷന്റെ നാസാരന്ധ്രങ്ങളിലൂടെ തുളഞ്ഞു കയറിയാൽ ആ പെണ്ണിനെ കുറിച്ചുള്ള മോശമായ ചിന്താഗതികൾ ആ പുരുഷനിൽ ഉണ്ടാക്കാൻ അത് കാരണമാകും. അത്തറിന്റെ ഗന്ധം മാത്രമല്ല, പെണ്ണിന് സ്വമേധയാവുള്ള ഗന്ധം അത്തറിന്റെ കൂടെ ചേരുമ്പോൾ ഒരു പുരുഷനെ അത് വല്ലാത്ത രീതിയിൽ മലീമസമായ ചിന്തകളിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, പുറത്തിറങ്ങുമ്പോൾ അത്തർ ഉപയോഗിക്കുന്ന പെണ്ണുങ്ങൾ വ്യഭിചാരികൾക്ക് സമാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷന് അത്തറിന്റെ പുറകെ ഇങ്ങനെ നടക്കും. ഏത് പെണ്ണാണ് പോയതെന്ന് അവന്റെ കണ്ണുകൾ തെരയും. അതുകൊണ്ട് സ്ത്രീജനങ്ങൾക്ക് പുറത്ത്, വീടിന്റെ പുറത്ത് അത്തർ ഉപയോഗിക്കാൻ പരിശുദ്ധ ദീൻ അനുവദിക്കുന്നില്ല. എന്നാൽ പുരുഷന് പുറത്ത് ഉപയോഗിക്കാം. അവന്റെ ബോഡി സ്മെല്ലും അത്തറിന്റെ സ്മെല്ലും കൂടി കൂടിയാൽ ഒരു കുഴപ്പമില്ല. അതൊന്നും ഒരു പെണ്ണിലേക്ക് ഒരു നിലയിലുമുള്ള തെറ്റായ ചിന്താഗതികൾ ഉണ്ടാക്കാനും പോകുന്നില്ല. ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റാണ് അള്ളാഹുവിന്റെ ഹബീബാണ് ഇത് പഠിപ്പിച്ചു വെക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ പറഞ്ഞതും നമ്മൾ അംഗീകരിക്കണം. എന്നിട്ടൊരു പെണ്ണ് എന്ത് ചെയ്യണം? ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ഭർത്താവിന് വേണ്ടി അത്തർ ഉപയോഗിക്കണം. അതിന് ഭാര്യമാർക്ക് അത്തർ വാങ്ങി കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ പ്രത്യേകം പറയണം. കൊടുക്കുമ്പോ പ്രത്യേകം പറയണം, ഞാനിത് തരുന്നത് ഇവിടെ മണിയറയിൽ ബെഡ്റൂമിൽ ഉപയോഗിക്കാനാണ് ഈ അത്തർ, ഇത് പുറത്ത് ഉപയോഗിക്കാൻ എനിക്ക് പൊരുത്തല്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. എന്നിട്ട് അവള് മാത്രം ഉപയോഗിച്ചാൽ പോരാ, അത് ഭർത്താവ് ഉപയോഗിക്കണം. ആ സുഗന്ധം അങ്ങനെ വൃത്തിയുള്ള നിലയിൽ. നമ്മൾ ആകെ പുകവലിച്ച നാശമായ വൃത്തിഹീനമായ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം ഇങ്ങനെ സഹിക്കേണ്ടവളല്ല ഭാര്യ. അധിക ഭാര്യമാർക്കുള്ള പരാതിയാണത്. ഏറ്റവും മോശമായ നിലയിൽ മണിയറയിലേക്ക് ബെഡ്റൂമിലേക്ക് കടന്നു ചെല്ലുന്ന ഭർത്താവ് അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ അവന് യാതൊരു സ്ഥാനവുമില്ല.
അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട് ഫഇന്ന ബനീ ഇസ്രായീൽ ലം യകൂനൂ യഫഅലൂന ദാലിക. ബനൂ ഇസ്രായേലിലെ ആണുങ്ങൾ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാറില്ലായിരുന്നു. അവര് മണിയറയിലേക്ക് മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് കടന്നതിലും പുകവലിച്ച് കറപിടിച്ച മോശമായ ദുർഗന്ധം വമിക്കുന്ന മായമായി അവർ മിസ്വാക്ക് ചെയ്യാതെ വൃത്തിയാകാതെ മണിയറയിലേക്ക് കടന്നതിലുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ആ പെൺകുട്ടികൾ ബനൂ ഇസ്രായേലിലെ പെണ്ണുങ്ങൾ വ്യഭിചാരിണികളാകാൻ അവരുടെ ഭർത്താക്കന്മാരുടെ ഈ സ്വഭാവം കാരണമായെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര് വ്യഭിചാരിണികളാകാൻ കാരണമായി തീർന്നു എന്ന് പറയുന്നു മുഹമ്മദ് മുസ്തഫ. ഭർത്താവ് ശുദ്ധിയില്ലെങ്കിൽ, ഭർത്താവിന് വൃത്തിയില്ലെങ്കിൽ, ഭർത്താവ് നന്നായില്ലെങ്കിൽ, ഭർത്താവിന് സുഗന്ധം ഉപയോഗിച്ചില്ലെങ്കിൽ, വിസ്വാക്ക് ചെയ്തില്ലെങ്കിൽ, ദുർഗന്ധം വമിക്കുന്ന വസ്ത്രവുമായിട്ട് കടന്നെന്നാൽ നേരെ തിരിച്ചിതേ രീതിയിൽ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ ഭർത്താവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല നിലയിൽ അണിഞ്ഞൊരുങ്ങി നല്ല നിലയിൽ ഭർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു നിന്നാൽ പിന്നെ റോഡിലൂടെ പോകുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് ഭർത്താവ് നോക്കൂല. കാരണം അവന്റെ വീട്ടിൽ സുന്ദരിയായ തരുണീമണിയായ പെണ്ണുണ്ട്. അവനവനുള്ള സൗന്ദര്യം തന്നെയാണ് ഏറ്റവും വലിയ ഐഡന്റിറ്റി. അതിങ്ങനെ മേക്കപ്പ് ഇങ്ങനെ വലിച്ചിട്ടിട്ട് കുട്ടിയടിച്ചതുപോലെ മോശമായ നിലയിൽ സൗന്ദര്യം ഇങ്ങനെ ഉണ്ടാക്കി വെക്കലല്ല. നബിതങ്ങൾ പറഞ്ഞ മാർഗമുണ്ട്. ഒരു പെൺകുട്ടി അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ മൈലാഞ്ചി ഉപയോഗിക്കണം. മൈലാഞ്ചി ഉപയോഗിക്കൽ അവൾ ഭർത്താവിന് വേണ്ടി ഒരുങ്ങലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൈലാഞ്ചി ഇടാത്ത പെണ്ണിനെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാണ്, പെണ്ണേ നിനക്ക് ഭർത്താവുണ്ടോ? നിന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ? ആ പെണ്ണുണ്ടെന്ന് മറുപടി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ കൈയിങ്ങനെ വെറും കൈയായിട്ട്